ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും മനു കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പാലക്കാരെ അത്രയ്ക്ക് ദേഷ്യമാണെന്ന് ചോദിക്കുമ്പോൾ, ദേഷ്യമല്ല മനു ഏട്ടാ, പേടിയാണ് എനിക്ക് എന്ന് പറയും. ഞാൻ എൻ്റെ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റില്ല. എൻ്റെ ആ ഡ്രസ്സ് മുഴുവനും ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് എടുത്താണെന്ന് മാഡം പറയും. ഇനിയിപ്പോൾ ജ്വല്ലറിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്വർണ്ണം മുഴുവനും ഞാൻ അടിച്ചെടുത്തു എന്ന് മാഡം പറയും. ഓ, ഇത് മറ്റേ പാട്ട് പോലെ ഉണ്ടല്ലോ എന്ന് പറയട്ടെ. എന്ത് ചോദിക്കുമ്പോൾ മനു പറ, അല്ല എന്ത് വിധി ഇത് എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് പോലെ ഉണ്ടല്ലോ. ഓ, മനുവേട്ടൻ എന്നെ കളിയാക്കാണല്ലേ എന്ന് ചോദിക്കുകയാണേ. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ തമാശയായിട്ട് പറയണല്ല, കാര്യമായിട്ട് പറയുന്നതാണ്, തിരക്ക് കൂട്ടല്ലേ എന്ന് പറയും കേട്ടോ മനു. അപ്പോൾ എനിക്ക് മനുവേട്ടനെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കല്ല് ചുമക്കാനോ ഇഷ്ടിക ചുമക്കാനോ അടുക്കളപ്പണിയോ എന്തായാലും കുഴപ്പമില്ല. ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് പോരെ, അതൊന്നും സാരമില്ല, എനിക്ക് ഹെൽത്തിനൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എനിക്കൊരു ജോലി ശരിയാക്കി തന്നാൽ മാത്രം മതി എന്ന് പറയും. ആ, നോക്കാം, എന്തായാലും ഒന്ന് ഓക്കെ ആവട്ടെ, എടുത്തു ചാടിയൊരു തീരുമാനം ഒന്നും എടുക്കണ്ട. ഇവിടെ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവേട്ടം പോലെയാണ്. ഇടയ്ക്കൊന്ന് മിന്നും, അത് കൃഷ്ണമോള, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മിന്നും, അത് മുത്തശ്ശിയാ, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ അമ്മയും മോനും കണ്ട മിണ്ടൂല, അച്ഛനും മോനും തമ്മിൽ ഒരു സ്നേഹവും ഇല്ല, മുഖത്തോട് മുഖം നോക്കൂല, സഹോദരങ്ങൾ തമ്മിലൊരു സ്നേഹമില്ല. അങ്ങനെയാണ് ഇവിടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്നേഹനിവേദനം അതൊന്ന് വേറെ തന്നെയാണ്. ഞങ്ങളെ കോടീശ്വരന്മാർ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവന് പറയും, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, രേവതിക്കുട്ടി അലീൻ്റെ തമ്മിലുള്ള ഇൻറ്റിമസി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ. അതെ, പക്ഷേ ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവർ പിച്ചച്ചട്ടിയും ദരിദ്രവാസികളും അങ്ങനെയാണ് ഇവർ എന്നൊക്കെ പറയും കേട്ടോ. എന്തായാലും ശരി, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ വെക്കാൻ കേട്ടോ മോനോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടിയിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലീനെ വിളിക്കുകയാണ്. ആ, അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ റൂമിലേക്ക് പോകാണ്. ചേച്ചി, ഞാൻ ചേച്ചിനെ വിളിക്കാനിരിക്കുകയായിരുന്നു, ഞങ്ങൾ ഷിർജീച്ചിയുടെ വീട്ടിലേക്ക് പോകാനിരിക്കുകയാണ്, ചേച്ചിയും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയും, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ചേച്ചിക്ക് വരാൻ പറ്റുമോ? അതെങ്ങനെയാണ് ചോദിക്കും കേട്ടോ. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ മോളെ എന്ന് പറയട്ടോ. ഇറങ്ങാനോ? ചേച്ചി എന്തേ പറയുന്നത്? ആണല്ലേ, എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, മേഡം എന്നോട് പറഞ്ഞു ഞാനായിട്ട് തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, എന്തായാലും സാരില്ല, ചേച്ചി ഇങ്ങോട്ട് പോരെ, ഇവിടേക്ക് പോരെ, വേറെ ഒന്നും പറയണ്ട, എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കാം, ഗ്രേസന്മാരോടും മാമച്ചനോടും പറഞ്ഞാൽ മാത്രം മതി, അവരൊക്കെ എന്തിനാ മോളെ മുട്ടിക്കുന്നത് എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി അതൊന്നും സാറില്ല, അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ചേച്ചി എന്തായാലും സമയം ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി, ഞങ്ങൾ വണ്ടിയും കൊണ്ട് അങ്ങ് എത്തിക്കോളാം ചേച്ചിനെ കൊണ്ടുവരാൻ എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്തായാലും ഒരു ദിവസം കൂടെ കഴിയട്ടെ. എന്തിനാ ചേച്ചി ഒരു ദിവസം കൂടെ കഴിക്കാൻ നിൽക്കുന്നത്? എനിക്ക് യാത്ര പറയണ്ടേ? ഇവിടെ ബാലേന്ദ്ര സാറ് എന്നോട് സ്നേഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വന്നു കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നോട് വെറുപ്പായിരിക്കുന്ന, പക്ഷെ സാറ് ആണ് എനിക്കൊരു ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു ആശ്വാസമായിട്ടുള്ളത്. പിന്നെ എന്നെ കൊണ്ടുവന്ന ആളില്ലേ മനുവേട്ടനോട് എനിക്ക് യാത്ര പറയണ്ടേ? അപ്പോൾ ഒരു ദിവസം വേണം. എന്നാൽ ശരി ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇനി പണികളൊന്നും എടുക്കണ്ട കേട്ടോ, ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, എന്നിട്ട് പോരാൻ നേരത്തെ അവരെ മുഖത്ത് നോക്കിയിട്ടേ, ആ മേഡം ഉണ്ടല്ലോ, ആ മൈജിനി മേഡം, അവരെ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം പറയണം, പേരട്ട തള്ളേ, നിങ്ങൾ 22 വർഷം മുമ്പ് പ്രസവിച്ച് തള്ളിയ മോളാണ് ഞാൻ, നിങ്ങളൊന്ന് കാണാനും നിങ്ങൾ സ്നേഹത്തോടൊന്ന് അമ്മാന്ന് വിളിക്കാനും എൻ്റെ സഹോദരങ്ങളൊന്ന് കാണാനും വേണ്ടി ഓടിയെത്തിയതാണ് ഞാൻ, എന്നിട്ട് എന്നോട് നിങ്ങൾ കാണിച്ച ക്രൂരത ചെറുതെങ്ങാനാണോ എന്ന് പറയണം. എന്നിട്ട് പിന്നെ അലീന ചേച്ചി ഓർത്ത് ഈ ജന്മം മുഴുവൻ അവരെ കണ്ണീരൊഴുക്കി ജീവിക്കണം, അത് വേണം എന്ന് പറയുകയാണേ. അപ്പോൾ അലീന പറയും, വേണ്ട മോളെ വേണ്ട, എനിക്ക് ആരെയും സ്നേഹിക്കാൻ വേണ്ട, ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ട, ആരെയും ദുഃഖവും കാണാൻ വേണ്ട, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിവിടെ നിന്ന് പോയാൽ മാത്രം മതി, ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല മോളെ, പോകണം, ഒരു ദിവസം കൂടെ കഴിയട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറയും. ചേച്ചി വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരാം, എപ്പോഴാണെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞാൽ മതി, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി വിളിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി, അലീനെ കൊച്ചേ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കേ. അപ്പോൾ അലീനെ പറയും, മോളെ രേവതിക്കുട്ടി, മുത്തശ്ശി വിളിക്കുന്നുണ്ട്, ചേച്ചി അവിടേക്ക് പോട്ടെ, മുത്തശ്ശിയുടെ അടുത്തേക്ക് പോട്ടെ. ശരി ചേച്ചി എന്നാൽ പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ്. അതിന് ശേഷം രേവതിക്കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ വരികയാണ് കേട്ടോ. ഗ്രേസമ്മ വരുമ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ രേവതിനോട് ചോദിക്കുകയാണ്, രേവതിക്കുട്ടി വിളിക്കുമ്പോൾ രേവതി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല, ഒന്നുമില്ല ആൻറ്റി,
നീ വെറുതെ തമാശ പറയല്ലേ, അലീനയ്ക്ക് അവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കും. ആ എന്താ, എന്തു പറ്റി? ചേച്ചി അവിടെ നിന്ന് പോരാൻ പോരാനോ? ആ ആ ആ അതെ, ആ മേഡത്തിനെ കൊണ്ട് ചേച്ചിക്ക് ഒരു സ്വസ്ഥതയില്ല. മേഡം തന്നെ പറഞ്ഞു അവിടുന്ന് പൊക്കോളാൻ. ആണോ? അവൾ പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, നമുക്ക് അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി നോക്കാന്നേ എന്ന് പറയും. അപ്പോൾ പറയും ആ ചേച്ചി എത്രമാത്രം കൊതിച്ചാണെന്നോ ആ വീട്ടിലേക്ക് കയറി ചെന്നത്. എന്നിട്ടും എത്രമാത്രം ദുരിതമാണ് ചേച്ചി ആ വീട്ടിൽ അനുഭവിച്ചു കിട്ടിയത്. അപ്പോൾ രസമ്മ ചോദിക്കാൻ, അങ്ങനെ കൊതിച്ച് ചെല്ലാനും മാത്രം എന്ത് ബന്ധമാണ് ആ വീട്ടുകാരായിട്ട് അലനിക്കുള്ളത് എന്ന് ചോദിക്കുകയാണേ. അത് പിന്നെ അതൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? എന്താ, ഇനിയും വല്ല രഹസ്യമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്. എന്ത്? ആ മേടല്ലേ, ആ മേട അലീന ചേച്ചി അമ്മയാന്ന് പറയും. അമ്മയോ? നീ എന്താ കൊച്ചി പറയുന്നത് എന്ന് പറയൂട്ടോ. നീ സത്യം തന്നെയാണോ പറയുന്നത്? അല്ല, നോണ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അങ്ങനെ പിണങ്ങി നിൽക്കുകയാണേ. പറയ് രേവതിക്കുട്ടി, നീ പറയുന്നത് സത്യമാണോ? ആ അതെ, സത്യം തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഗ്രേസമ്മ വന്നിട്ട് രേവതിനെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണേ. അങ്ങനെ റൂമിലേക്ക് ചെല്ലും. അപ്പം മാമച്ചൻ ഗ്രേസമ്മയുടെ മുഖം കാണുമ്പോൾ, എന്താ നീ എവിടെയായിരുന്നു? ഞാൻ രേവതിക്കുട്ടി മുറിയിൽ. എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അത് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞിട്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്ത്? നീ കാര്യം പറയാം, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയും. അത് അലീനയില്ലേ, നമ്മുടെ അലീന. ഏത് അലീന? രേവതിക്കുട്ടിയുടെ അലീന. ആ ആ അലീന. ആ അലീന ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നില്ലേ? ആ അതെ. ആ വീട്ടിലേ മേഡം ഉണ്ടല്ലോ. ആ അതെ, അവരെന്നല്ലോ അലീനനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഡത്തിൻ്റെ മകളാണ് അലീന എന്ന് പറയൂട്ടോ. മകളോ? നീ എന്തുട്ടൊക്കെ മണ്ടത്തിലടി വിളിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ വിശ്വസിക്കൂലെന്ന്. ഇത് സത്യമാണ്. നിന്നോട് ഇതാര് പറഞ്ഞു? രേവതിക്കുട്ടി പറഞ്ഞതാ എന്നോട് എന്ന് പറയൂട്ടോ. അതെങ്ങനെയാ ശരിയാവാ? ഇത്തരം മണ്ടത്തരങ്ങൾ എന്നോട് പറയില്ലേ. അതിന് ശേഷം ഗ്രേസമ്മ നടന്ന കഥകളൊക്കെ പറയാണ് കേട്ടോ. രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ പറയാണ്. അനാഥാലയത്തിൽ നിന്ന് നമ്മളെ മൃജിത്താമ്മ അലീന അവിടേക്ക് എത്തിച്ചത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണേ. ഇത് കേട്ടിട്ട് മാമച്ചൻ ഇങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. സ്വന്തം മകളെയാണല്ലേ അവരിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതിന് പിന്നിൽ വേറൊരു കഥയുണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും വല്ലാത്ത ഒരു കഥയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാളും അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പ്രമോല് കാണിച്ചിട്ടുള്ളത് എൻ്റെ റൂമിലൊരു കത്രിക ഉണ്ട്, ആ കത്രിക എടുത്തുകൊണ്ട് വരാൻ പറയാണ് കേട്ടോ. അലീന ഇട്ടിട്ട് ഞെട്ടാണ് കേട്ടോ ബാലേന്ദ്രനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ അടുത്തേക്ക് ആ കത്രിക കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഈ കത്രിക എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വന്ന വഴി അത് വലിയ ഭീകരമാണ് അല്ലേ, അതിനില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായിട്ടോ. എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അലീന പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാണ്, സാറേ എനിക്ക് അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേറൊരു മാർഗം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അലീനനെ സ്വന്തം അച്ഛനെ പോലെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അലീന പൊട്ടി കരയുന്നത് പ്രമോല് കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.